കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ 2:7 ചെയ്തത് അല്ലേ, 7ാമത്തെ ശ്ലോകം ചെയ്തു. അപ്പം നമ്മളതിൽ പറഞ്ഞുല്ലോ, കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്ന് പറഞ്ഞു. അതായത് കാർപ്പണ്യദോഷം കൊണ്ട് സ്വസ്വരൂപം മറയ്ക്കപ്പെട്ട, അല്ലെങ്കിൽ കാർപ്പണ്യദോഷം കൊണ്ട് അവനവൻ്റെ ആത്മാവാണ് ഞാൻ എന്നുള്ള ആ ജ്ഞാനം നഷ്ടപ്പെട്ട അർജുനനാണെന്ന് ഞാനെന്ന് പറഞ്ഞല്ലോ. അർജുനൻ അല്ലേ, എനിക്ക് കാർപ്പണ്യ ദോഷം കൊണ്ട് എൻ്റെ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു, ധർമാധർമ്മങ്ങളൊന്നും എനിക്ക് ശരിക്കും ക്ലിയർ ആവുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അപ്പം നമ്മളൊക്കെ ശരിക്കന്നെ കാർപ്പണ്യദോഷം കൊണ്ട് നമ്മൾ ആത്മാവാണ് എന്നുള്ള ജ്ഞാനം മറയ്ക്കപ്പെട്ടവരാണ്. നമുക്കും ശരീരമാണെന്നുള്ള ബോധ്യമാണല്ലോ. അപ്പോൾ അറിയുകയൊക്കെ ചെയ്യാം ആത്മാവാണ് എങ്കിലും നമ്മളെയും ഈ കാർപ്പണ്യദോഷം. അപ്പോൾ നമ്മളൊക്കെ കൃപണന്മാരാണ്. കൃപണന്മാരെ വെച്ചാൽ എന്താ? ജ്ഞാനം ഉദിക്കാത്തവർ, അജ്ഞാനികൾ. അപ്പോൾ അർജുനനുള്ള ഉപദേശം ശരിക്കും നമുക്കുള്ളതാണ്. അർജുനൻ ഗീതയൊക്കെ കേട്ട് നല്ലോണം ധൈര്യവും ആനന്ദവും ഒക്കെയായി. അതേപോലെ നമുക്കും ആത്മാർത്ഥമായിട്ട് കാർപ്പണ്യദോഷം കൊണ്ട് വലയുന്ന നമുക്കും, നമ്മളെ മായയാൽ മോഹിപ്പിക്കപ്പെട്ട ജ്ഞാനം മറയ്ക്കപ്പെട്ട ഇരിക്കണം നമ്മളും ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ വാക്കുകളെ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്കും മുമുക്ഷുത്വത്തോടുകൂടി ചെയ്താൽ നമുക്കും അർജുനനെ പോലെ ഭഗവാൻ തെളിയിച്ച് തരും. അപ്പം നമുക്ക് അങ്ങനെ ഈശ്വര ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ വാക്കുകളെ കേൾക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് 8ലേക്ക് പോവാം. ഭഗവാൻ പറയാൻ തുടങ്ങുന്ന 11 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി നമുക്ക് നോക്കാം. 2:8 കേട്ടോ. നഹി പ്രപശ്യാമി മമാപനുദ്യാൽജുച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമഭിജാധിപത്യം. നമുക്ക് അർത്ഥം നോക്കാം. ഭൂമൗ വെച്ചാൽ ഈ ഭൂമിയിൽ, അസപത്നം വെച്ചാൽ എന്താ അറിയോ? വിത്തൗട്ട് എനിമീസ്, ശത്രുക്കളില്ലാതെയും ഹൃദം ചാലോ, ഹൃദം ചാൽ നല്ല സമൃദ്ധി, പ്രോസ്പെരിറ്റി, നല്ല സമൃദ്ധിയുമുള്ള രാജ്യത്തെയും സുരാണാം ആധിപത്യം ച, ഇന്ദ്രനെ പോലുള്ള ഒരു സ്ഥാനം, എല്ലാ ദേവന്മാരുടെയും മീതെയാണല്ലോ, ഇന്ദ്രനെ പോലുള്ള സ്ഥാനം അവാപ്യാഭി കിട്ടിയാലും ഇന്ദ്രിയാണാം ഉച്ഛോഷണം, എൻ്റെ ഈ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ശോഷിപ്പിക്കുന്ന പറഞ്ഞാൽ എന്താ, ഡ്രൈ ആക്കുന്ന, എൻ്റെ സെൻസസിനെ മുഴുവൻ, ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഡ്രൈ ആക്കുന്ന അല്ലെങ്കിൽ ശോഷിപ്പിക്കുന്ന മമ ശോകം. എന്താണ് എൻ്റെ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ വറക്കണ? എന്താ? ദുഃഖം. അത്ര ദുഃഖമാണപ്പോൾ. യത് അപനുദ്യാത്, എന്താണ് എൻ്റെ ഈ ശോകത്തിനെ ഇല്ലാതാക്കാൻ പറ്റുക? അതിനെ നഹി പ്രപശ്യാമി, അതിനെ ഞാൻ കാണുന്നില്ല. എന്താ അർത്ഥം വെച്ചാൽ, ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ധാരാളം എനിക്കൊരു ശത്രുക്കളുമില്ല, നല്ല വളരെ സമൃദ്ധിയോടുകൂടി പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു രാജ്യം എനിക്ക് കിട്ടി, ഇന്ദ്രപദവിയും അത്ര പവർഫുള്ളായിട്ടിരിക്കുകയാണ് വെച്ചാലും ഇപ്പം ഞാൻ അനുഭവിക്കണ ദുഃഖം ഉണ്ടല്ലോ, ആ ദുഃഖം കൊണ്ടുണ്ടാവുന്ന എൻ്റെ ആ സെൻസസിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്, എല്ലാ ഇന്ദ്രിയങ്ങളെയും. അപ്പം എൻ്റെ ഇന്ദ്രിയങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കടുത്ത ദുഃഖം ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള താപം, അതിന് ഒരു ശമനം കിട്ടാൻ അല്ലെങ്കിൽ ഒരു റിലീഫ് കിട്ടാൻ
സാധിക്കുന്ന ഒരു കാര്യവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല. അതായത് എൻ്റെ ദുഃഖത്തിനെ മാറ്റാൻ ഇന്നിപ്പോൾ ഒരു കാര്യം കൊണ്ടും സാധിക്കില്ല എന്ന് അങ്ങോട്ട് ഉറപ്പിച്ചെടുക്കുക അർജുനൻ. അതാണ് പറഞ്ഞത്, എനിക്ക് രാജ്യം കിട്ടിയാലും വലിയ ഇന്ദ്രനെ പോലുള്ള പദവി കിട്ടിയാലും ഒരു ശത്രുക്കളില്ലാഞ്ഞാലും എന്തായാലും വേണ്ടില്ല, എൻ്റെ ഈ ദുഃഖത്തിനൊരു കുറവുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ ദുഃഖത്തിനെ കുറയ്ക്കണതായിട്ട് ഞാൻ ഇന്ന് ഇവിടെ ഒന്നും കാണുന്നില്ല എന്ന്. അതാണപ്പോൾ ഈ ശ്ലോകത്തിൽ അർജുനൻ പറയണത്. എൻ്റെ ഈ ദുഃഖത്തിനെ കുറയ്ക്കാനായിട്ട് എനിക്കൊന്നും ഇവിടെ കാണാനില്ല. അത്ര ഇൻറ്റൻസായിട്ടുള്ള ദുഃഖമാണ് ഞാൻ അനുഭവിക്കണത്. എന്തോ എൻ്റെ മനസ്സ്, അതായത് ഇതിപ്പോൾ പറഞ്ഞില്ലേ, രാജ്യവും ശത്രുക്കളില്ലാത്ത രാജ്യവും സമൃദ്ധിയും പ്രോസ്പെറിറ്റിയും ഒന്നും ഉണ്ടായിട്ട് എനിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അതിൻ്റെ ഉണ്ടോ? അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ. എന്താ പറയുക അതിൻ്റെ അർത്ഥം? എനിക്ക് ഈ ഭൗതിക സുഖങ്ങൾക്ക് അപ്പുറത്തുള്ളൊരു സുഖമാണ് ഞാൻ തേടണത്. ഇതൊന്നും എന്നെ സന്തോഷിപ്പിക്കില്ല. ഇവിടെ കാണുന്ന ഈ വേൾഡ്ലി പ്രഷേഴ്സ് ഉണ്ടല്ലോ, ഭൗതിക സുഖങ്ങൾക്ക് അപ്പുറത്ത് എന്ത് സുഖമുള്ളത്? സ്ഥിരമായിട്ട് ഒരാനന്ദം, ആ നിത്യാനന്ദത്തിനെയാണ് കൃഷ്ണ ഞാൻ തേടണമെന്നാണ് അർത്ഥം ശരിക്കും. അതുകൊണ്ട് എന്നെ ശ്രേയോമാർഗത്തിൽ കൂടി, ശ്രേയസ്കര മാർഗത്തിൽ കൂടി നയിക്കൂ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ആദ്യത്തെ ചാപ്റ്ററിലത്തെ കരച്ചിലും ഈ ചാപ്റ്ററിലത്തെ ഈ 8 ശ്ലോകങ്ങളും രണ്ടാമത്തെ ചാപ്റ്റർ 8 ശ്ലോകങ്ങളും ശരിക്കും നമുക്ക് മനസ്സിലാക്കാം അർജുനൻ്റെ മുമുക്ഷുത്വം, മോക്ഷം കിട്ടണമെന്നുള്ള ആഗ്രഹവും വൈരാഗ്യവും അല്ലേ, ഡിറ്റാച്ച്മെൻറ്റും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ, ഇപ്പോൾ ജ്ഞാനോപദേശത്തിന് ശരിക്കന്നെ അർജുനൻ അർഹനായിരിക്കുന്നു, എലിജിബിളാണപ്പോൾ. കാരണം മോക്ഷമുണ്ടേ, റിയലി ഹീസ് ഏണിങ് ഫോർ മോക്ഷം. അതാണ് പറഞ്ഞത്, എനിക്ക് ഈ ഭൗതിക സുഖങ്ങൾക്ക് അപ്പുറത്തുള്ള സുഖമാണ് ഞാൻ തേടണമെന്ന്. ഇതൊന്നും എനിക്ക് സുഖം തരില്ലേ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ വന്നിട്ട് ഭഗവാനെ നമ്മളങ്ങട് ആശ്രയിച്ചാൽ അപ്പോഴാണ് ഈശ്വര കൃപ ഭഗവാൻ ചൊരിയ, അപ്പോഴാണ് നമുക്ക് ജ്ഞാനം തരിക ഭഗവാൻ. നേരിട്ട് വന്നിട്ട് അർജുനന് കൊടുത്ത പോലെ അല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ജ്ഞാനം അങ്ങട് തെളിയും. അപ്പോൾ നമ്മളും ഇപ്പോൾ ഈ നിമിഷം അതിനു വേണ്ടി തയ്യാറാവണം എന്നാണ് ശരിക്കും ഇൻഡയറക്റ്റായിട്ട് പറയണത്. അതായത് നൗ എന്നുള്ളത് മാത്രമല്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. ഭൂതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതാണ്, ഭാവി പറഞ്ഞാൽ വരാൻ പോണതാണ്. അപ്പം ഇപ്പം തന്നെ നിങ്ങൾ ആ മുമുക്ഷുത്വത്തോടു കൂടി ഈ ഗീത കേൾക്കാൻ തുടങ്ങിക്കോളൂ എന്നാണ് ഇൻഡയറക്റ്റായിട്ട് കേട്ടോ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും ഭൗതിക സുഖങ്ങൾക്ക് അപ്പുറത്തുള്ള നിത്യാനന്ദം വേണമെന്ന് നമുക്ക് നല്ലോണം ഭഗവാനെ പ്രാർത്ഥിച്ച് നമുക്കിനി മുമ്പിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇത്രയും കൊണ്ട് അർജുനൻ്റെ പറയൽ കഴിഞ്ഞു. അപ്പം ഞാൻ ഒന്നുകൂടി വായിക്കാം. 2:8 നഹി പ്രപശ്യാമി മമാപനുദ്യോഷണമിന്ദ്രിയാണം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമഭിജാതിപത്യം. എന്ത് കിട്ടിയാലും, വേൾഡ്ലി ആയിട്ടുള്ള എന്ത് കിട്ടിയാലും എനിക്ക് എൻ്റെ ഈ ദുഃഖത്തിന് കുറവുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താ, വേൾഡ്ലി അല്ലാത്ത ഒന്നാണ് ആഗ്രഹിക്കണമെന്നല്ലേ അർത്ഥം. അതാണല്ലോ ഭൂമൗ പറഞ്ഞു ഈ ലോകത്തിൽ നിന്ന്. ഇനി സഞ്ജയ ഉവാച, സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുകയാണ്. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദമുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. അപ്പോൾ സഞ്ജയൻ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എന്താ പിന്നെ അർജുനൻ ചെയ്യണമെന്ന് യുദ്ധഭൂമിയിൽ. അപ്പോൾ എന്താ പറഞ്ഞത്? സഞ്ജയൻ പറഞ്ഞു, സഞ്ജയ സെഡ് എന്താ, ഏവം ഉക്ത്വാ ഹൃഷീകേശം, അല്ലേ, ഇപ്രകാരം അല്ല, ഏവം ഉക്ത്വാ, അതെ, അല്ല അങ്ങനെയല്ല കേട്ടോ വേണ്ടത്, ഇങ്ങനെ തുടങ്ങാം. സഞ്ജയൻ പറഞ്ഞു, പരന്തപ എന്ന് പറയാൻ എന്താ, ശത്രുക്കളെ നല്ലോണം പീഡിപ്പിക്കാൻ, നല്ലോണം ശത്രുക്കളൊക്കെ എതിർക്കാൻ നല്ല കഴിവുള്ള, തപിപ്പിക്കാൻ, വിഷമിപ്പിക്കാൻ കഴിവുള്ള ഗുഡാകേശ, ഗുഡാകേശ അർജുനൻ. അതായത് ശരിക്കും ശത്രുക്കൾക്കൊക്കെ ഭയങ്കര പേടിയാണ് അത്ര കാലം അർജുനനെ. അത്ര വലിയ വില്ലാളി വീരനല്ലേ.
അപ്പോൾ അതുകൊണ്ടാണ് പരന്തപ പറഞ്ഞത്, ശത്രുക്കളെ വേദനിപ്പിക്കാൻ കഴിവുള്ള തപിപ്പിക്കാൻ കഴിവുള്ള ആളായിട്ടുള്ള ഗുഡാകേശൻ ചാൽ അർജുനൻ, ഹൃഷീകേശം ചാൽ ഭഗവാനോട് ഏവം ഭുക്ത്വ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞേ? പിന്നെയും എന്ത് പറഞ്ഞു? നയോത്സ്യ ഇതി, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പിന്നെയും പറഞ്ഞു. മുമ്പേയും പറഞ്ഞുല്ലോ. ഗോവിന്ദ ശ്രീകൃഷ്ണനോടായിട്ട് പറയാണ്, ഹേ ഗോവിന്ദ, ഭുക്ത്വ, അത് പറഞ്ഞിട്ട് എന്താ ചെയ്ത? ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അല്ല, ഉക്ത്വ, ഭുക്ത്വ അല്ല, ഉക്ത്വ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഉക്ത്വ പറഞ്ഞിട്ട് തുഷ്ണീം ബഭുവ, മീൻസ് എന്തിരുന്നു? മൗനം, ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇരുന്നു. ഏതിൽ? തേരിൽ. ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം കേട്ടോ. അതോ അർജുനൻ പറഞ്ഞത് എന്താ കഴിഞ്ഞാൽ? എനിക്ക് ഈ ലോകത്തിലത്തെ ഭൗതിക സുഖങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ് ആഗ്രഹം, മെറ്റീരിയൽ അല്ലാത്ത. കാരണം ഇതൊന്നും എനിക്ക് സുഖം തരുന്നില്ല. അപ്പോൾ അത് പറഞ്ഞുവല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. അത് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞു. ഇനി ഇതിലെന്താ അറിയോ? ഗോവിന്ദ എന്നുള്ളതിന് നല്ല അർത്ഥമുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ എന്താ അറിയോ? ഗോവിന്ദ എന്ന് സംബോധന ചെയ്യണ്ടല്ലോ, പല അർത്ഥങ്ങളുമുണ്ട്. പിന്നെ ഒന്ന്, ഉപനിഷത്തുക്കളാൽ അറിയപ്പെടുന്ന ആരോ ആളെ ഗോവിന്ദൻ എന്ന് പറയും. ഉപനിഷത്തുക്കളാൽ അറിയപ്പെടുന്ന, ഉപനിഷത്തുക്കളുടെ സാരം. പിന്നെ അങ്ങനെയുള്ള ജ്ഞാനം കൊണ്ട് മാത്രം അറിയുന്ന ആളാന്നുള്ളൊരു അർത്ഥം. പിന്നെ ഇതിൽ പിന്നെ എന്താ വെച്ചാൽ ഗോ എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഹയസ്റ്റ് ജ്ഞാനം, അതായത് പരമമായിട്ടുള്ള പരാവിദ്യ എന്നും കൂടി അർത്ഥമുണ്ട്. അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ജ്ഞാനം എന്നും ഗോ എന്നുള്ളതിന് അർത്ഥമുണ്ട്. അപ്പോൾ ആ പരമമായ ജ്ഞാനം കൊണ്ട് ആരെ പ്രാപിക്കാൻ സാധിക്കും? വൺ ഹൂ ഈസ് അറ്റൈൻഡ് ത്രൂ ദ ഹയസ്റ്റ് നോളേജ് എന്നും അർത്ഥമുണ്ട് ഗോ എന്നുള്ളതിന്. അപ്പോൾ ഗോവിന്ദ, ഗോവിന്ദ പറഞ്ഞതിന് എന്താ അർത്ഥം വെച്ചാൽ, അതായത് ഇപ്പോൾ പറഞ്ഞുല്ലോ, എനിക്ക് അതുകൊണ്ടാണ് ഇവിടെ ഈ ഗോവിന്ദ എന്നുള്ള സംബോധന വളരെ ഉചിതമാണ്, ആപ്റ്റാണ്. എന്താ കാരണം അറിയോ? ഇപ്പം എന്താ പറഞ്ഞ കഴിഞ്ഞ ശ്ലോകത്തിൽ എനിക്ക് ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊന്നും എനിക്ക് ദുഃഖം തീരില്ല എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ സംതിങ് ബിയോണ്ട് വേണമെന്നാണ്. അപ്പോൾ ജ്ഞാനം കൊണ്ടേ ആനന്ദമുള്ളൂ, നിത്യാനന്ദേ. അതുകൊണ്ടാണ് ഇവിടെ ജ്ഞാനം കൊണ്ട് മാത്രം പ്രാപിക്കാവുന്ന ഹേ ഭഗവാനെ, എനിക്ക് ജ്ഞാനം തന്ന് ആ സച്ചിദാനന്ദത്തിലേക്ക് നയിക്കൂ എന്ന് പറയുകയാണ്. അതാണ് വൺ ഹൂ ഈസ് അറ്റൈൻഡ് ഓൺലി ടു ദ ഹയസ്റ്റ് നോളേജ്, അതാണ് ഗോ എന്നുള്ളതിനർത്ഥം. അപ്പോൾ അങ്ങനെ ആ ഹയസ്റ്റ് നോളേജ് എനിക്ക് തന്നിട്ട്, പരാവിദ്യ എനിക്ക് നൽകിയിട്ട്, എൻ്റെ ഇപ്പോഴത്തെ ഈ ലിമിറ്റേഷൻസ് ഒക്കെ മാറ്റി എന്നെ ആ നിത്യാനന്ദ സ്ഥിതിയിലേക്ക് കൊണ്ടുപോ എന്നും കൂടിയും ഗോവിന്ദ എന്ന് വിളിച്ചതിന് അർത്ഥമുണ്ട്. അതായത് ജ്ഞാനത്തിൽ കൂടെ മാത്രം അറിയാൻ പറ്റുന്ന ആളാണ്, അപ്പോൾ എനിക്കും ആ ജ്ഞാനം തരൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. പിന്നെ ഗുഡാകേശൻ എന്നുള്ളതിനും കൂടി അർത്ഥമുണ്ട് കേട്ടോ. എന്താ അറിയോ? നല്ല ഉറക്കം അവനവൻ്റെ നല്ല കൺട്രോള്, ഉറക്കത്തിന് നല്ല കൺട്രോൾ. എപ്പോൾ വേണമെങ്കിൽ ഉറങ്ങാം, എത്ര വേണമെങ്കിൽ ഉറങ്ങാണ്ടിരിക്കാം, 6 മാസമൊക്കെ ഉറങ്ങാണ്ടിരിക്കാം, അങ്ങനെ. അതായത് ഉറക്കം അവനവൻ്റെ കയ്യിലാണ്, അത്ര നല്ല കൺട്രോളുള്ള ആളെന്ന് അർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെ ഉറങ്ങിയിട്ടും കാര്യമില്ല, എന്നാൽ ഉറങ്ങിക്കിടന്നൂടെ ചോദിക്കാം. പക്ഷെ അതൊരു ഇപ്പോൾ ഗുഡാകേശനാവുകൊണ്ടേ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഉറങ്ങാം, 6 മാസം വേണമെങ്കിൽ ഉറങ്ങാൻ ചെന്നാൽ ഉറങ്ങിയ ഈ വിഷമമൊക്കെ മാറുമല്ലോ ചോദിച്ചാൽ, പക്ഷേ ഉറക്കത്തുനിന്ന് ഉണരുമല്ലോ, അപ്പോൾ ആദ്യം ദുഃഖം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അത് പറ്റില്ല എന്നർത്ഥം. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഗോവിന്ദ എന്നുള്ള ഇതാണ്. അപ്പം ഇതിലിപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ ഒരു ശ്ലോകത്തിൽ അത്രേ പറയുള്ളൂ. ഈ അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ എന്ന് പറയുകയാണല്ലോ, സഞ്ജയൻ പറയാണ്. ഇങ്ങനെ ശത്രുക്കളെ തപിക്കുന്ന അർജുനൻ ഇതും പറഞ്ഞിട്ട് എന്താ പറഞ്ഞ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് മൗനമായിട്ട് ഗോവിന്ദൻ തളിക്കുന്ന തേരിൽ ഇരുന്നു. അവിടെ ഗോവിന്ദൻ പ്രധാനമാണ്, കാരണം ജ്ഞാനം കൊടുക്കാൻ പറ്റുന്ന ആളാണ്. ജ്ഞാനം കൊണ്ട് മാത്രം
അറിയുന്ന ആളാണല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ശ്ലോകമാണ്. അതും കൂടിയും സഞ്ജയനാണ്. എന്നിട്ടേ ഭഗവാൻ പറയാൻ തുടങ്ങുള്ളൂ. ശരിക്കും ഗീത തുടങ്ങണത് 2-ാം അധ്യായം 11-ാം ശ്ലോകം തൊട്ടാണ്. അതുവരെ ശരിക്കും പറയാച്ചാൽ ശരിക്കുള്ള ഭഗവാന്റെ ഉപദേശമൊന്നും, ജ്ഞാനോപദേശം അപ്പോഴാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 10 കൂടിയും സഞ്ജയം പറയുകയാണ്. തമുവാച, അയ്യോ അതിപ്പോൾ മറ്റത് വായിക്കണം ഒന്നും കൂടി അല്ലേ, വായിക്കാം. ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപ മയോത്സ്യ ഇതി ഗോവിന്ദമുക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തൂഷ്ണീം ബഭൂവ പറഞ്ഞാൽ മിണ്ടാതിരുന്നു, മൗനം പാലിച്ചു. 2:10 സഞ്ജയൻ തന്നെയാണ് പറയണത്, കണ്ടിന്യൂ ചെയ്യാണ്. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. 10-ന്റെ ഹേ ഭാരത, അതായത് ധൃതരാഷ്ട്രനെ വിളിക്കുകയാണ് സഞ്ജയൻ ടോ ഭാരതൻ. ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഉഭയോഹോ സേനയോഹോ മീൻസ് 2 അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണം 2 സൈന്യങ്ങളുടെ മധ്യത്തിൽ നടുക്ക് വിഷീദന്തം തം വ്യസനിച്ചുകൊണ്ടിരിക്കുന്ന അർജുനനോട് ഹൃഷീകേശ, കൃഷ്ണൻ, ഹൃഷികേശ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഹാസ് കൺട്രോൾ ഓവർ ദ സെൻസസ് എന്നൊക്കെ അർത്ഥം കേട്ടോ. ഹൃഷികേശൻ ഭഗവാൻ പ്രഹസൻ ഇവ, ചിരിച്ചുകൊണ്ട്, അതല്ലേ അത്ഭുതം, നല്ല പ്രസന്നമുഖനായിട്ട് ഇദം വചഃ, ഈ വാക്കുകളെ, ഉവാച പറഞ്ഞു, ദസ് സ്പോക്ക്, ഇതാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ഇനി 11-ാമത്തെ ഭഗവാന്റെ. അപ്പോൾ ഇതിലെന്താ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ, ഭഗവാന്റെ ചിരിക്ക് വളരെ അർത്ഥങ്ങളാണ്. എന്തായാലും ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം എന്താ ഭഗവാൻ ചിരിക്കാൻ കാരണം അറിയോ. പിന്നെ അർജുനൻ്റെ ഈ ദുഃഖമൊക്കെ എനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഞാൻ ഈ അർജുനൻ്റെ ദുഃഖമൊക്കെ മാറ്റിയിട്ട് ഗീതയൊക്കെ ഉപദേശിച്ച് അല്ലെങ്കിൽ തത്വങ്ങൾ ഉപദേശിച്ച് ഞാൻ മാറ്റും. അപ്പോൾ നല്ല ധൈര്യവാനാവും. എന്നിട്ട് വേണ്ട സ്വധർമ്മമൊക്കെ അനുഷ്ഠിക്കുന്ന ഉറപ്പുണ്ട് ആർക്ക്. കാരണം അർജുനനെ അറിയാം. ഒന്നാമത് അർജുനൻ ഈ ജ്ഞാനോപദേശത്തിന് അർഹനായിരുന്നു. അപ്പോൾ നല്ല ഉറപ്പുണ്ട് അതൊക്കെ ഉൾക്കൊള്ളും, അതിന് ഫലം ഉണ്ടാവുന്ന, അതുകൊണ്ട് ചിരിച്ചു എന്ന് പറയാം. എന്നിട്ടാണ് 11-ൽ ഗീതോപദേശം പിന്നെ ചെയ്യണത്. പക്ഷേ ഭഗവാന്റെ സ്മൈലിനെ പറ്റി പറയണം. എന്താ വെച്ചാൽ ഭഗവാന്റെ പുഞ്ചിരി ഉണ്ടല്ലോ, അത് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമല്ലോ, ഇറ്റ് സ്പീക്സ് വോള്യൂംസ് എന്ന് പറയും. അതിന് ഗഹനമായിട്ടുള്ള പല അർത്ഥങ്ങളും പല സമയത്ത് പലർക്ക് പല അർത്ഥങ്ങളും ഉണ്ടാവാമെന്നാണ് ഒരു വ്യാഖ്യാതാവ് പറയുന്നത്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ ശരിക്കും ഭഗവാൻ ആരാ? കാലസ്വരൂപനാണ്. ഒരു കാലസ്വരൂപൻ്റെ ചിരിയാണ്, നമ്മുടെ ചിരി പോലെ അല്ലാതെ. എന്താ അതിനർത്ഥം? കാലസ്വരൂപൻ്റെ ചിരി പറഞ്ഞാൽ ഞാൻ ഇവിടെ നടക്കണ എല്ലാറ്റിൻ്റെയും കാരണം ഞാനാണ്. ഈ യുദ്ധം നടക്കാൻ കാരണം ഞാനാണ്. നിനക്ക് മനസ്സിന് ഇങ്ങനെ ഒരു വീക്ക്നെസ്, ദൗർബല്യം ഉണ്ടാക്കിയത് ഞാനാണ്. മാത്രമല്ല ഞാൻ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനും അതിൻ്റെയൊക്കെ പ്രതിവിധിയും ഞാനാണ്. അതുകൊണ്ടാണ് കാലസ്വരൂപൻ്റെ ചിരി എന്ന് പറയുന്നത്. കാലസ്വരൂപൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് എല്ലാം നടത്തുന്നത്. അപ്പോൾ മാത്രമല്ല ഇതൊന്നും എൻ്റെ അപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സർക്കാസ്റ്റിക് സ്മൈലാണ്. കാരണം ഞാൻ തീർച്ചയാക്കി യുദ്ധം വേണമെന്ന്, ഞാൻ തന്നെ തീർച്ചയാക്കി നിന്നെ ജ്ഞാനോപദേശത്തിന് അർഹനാക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു മനസ്സിൻ്റെ തളർച്ചയൊക്കെ വരുത്തി, വൈരാഗ്യമൊക്കെ വരുത്തി, മുമുക്ഷുത്വമൊക്കെ വരുത്തി, അതും എൻ്റെ വഴി. നിൻ്റെ ഈ ദുഃഖത്തിന് പരിഹാരം കാണാനും എനിക്ക് പറ്റും എന്നുള്ളൊരു കാലസ്വരൂപൻ്റെ ചിരിയായിട്ട് പറയാം. പിന്നെ ഭഗവാന്റെ ചിരി പലർക്കും പല സമയത്തും പല തരത്തിലാണ് തോന്നുക. അതായത് നമ്മുടെ മനസ്സിൻ്റെ പ്യൂരിറ്റി എത്ര ശുദ്ധമാണ് നമ്മുടെ മനസ്സിൻ്റെ അനുസരിച്ചിട്ടാണ് അത്രേ, ആൻഡ് അവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മളെ ഏത് അവസ്ഥയിലാണ് അനുസരിച്ചിട്ടാണ് അത്രേ ഭഗവാന്റെ ചിരി നമ്മളെ അഫക്റ്റ് ചെയ്യുക. അതായത് ഭഗവാന്റെ ചിരി മായയായിട്ട് പറയും. അപ്പോൾ ചിലരെ മായയിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകാനും ഭഗവാന്റെ ചിരിക്ക് പറ്റും. ചിലരെ
അർഹിക്കുന്നവരെ മായയ്ക്ക് അപ്പുറം കൊണ്ടുപോകാനും ആ ചിരി തന്നെ മതി. ആ ചിരി തന്നെ നമ്മളെ മായയിലിട്ട് വലയ്ക്കാനും മതി, വിഷ്ണുമായ അങ്ങോട്ട് അയച്ച് വലയ്ക്കാനും മതി. ആ ചിരി തന്നെ നമ്മളെ മായയിൽ നിന്ന് കരകയറ്റാനും ടു ഗോ ബിയോണ്ട് മായയും സമ്മതിക്കും. പിന്നെയോ ദുഷ്ടന്മാർക്ക് ഭഗവാന്റെ ചിരി പറഞ്ഞാൽ എന്താ? മരണച്ചിരിയാണ്. ചിരിച്ചും കൊണ്ടാണ് കംസനെ കൊല്ലണം. അപ്പോൾ ഭഗവാന്റെ ചിരി ദുഷ്ടന്മാർക്ക് ചിലപ്പോൾ മരണച്ചിരിയായിട്ട് തോന്നാം. പക്ഷേ അർജുനന് ഭഗവാന്റെ ചിരി എങ്ങനെയായിരുന്നു? ഭഗവാൻ ചിരിച്ചു. അപ്പോൾ നല്ല കോൺഫിഡൻസ് ആണെന്നും. അപ്പോൾ അർജുനൻ്റെ അവസ്ഥയിലെ മാനസികാവസ്ഥയിലും അർജുനൻ്റെ മനസ്സ് അത്ര ശുദ്ധമായതുകൊണ്ട് അർജുനന് ഭഗവാന്റെ ചിരി എങ്ങനെയാണ് ഫീൽ ചെയ്തറിയോ? എന്താ കൊടുത്തറിയോ? അഭയവും ധൈര്യവും ആനന്ദവും കൊടുത്തു. അപ്പം നമ്മളെ പ്യൂരിറ്റി അനുസരിച്ചാണ് ഭഗവാന്റെ ചിരി. എത്ര ദുഃഖമുണ്ടെങ്കിലും നമ്മൾ ഭഗവാനോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ദുഃഖത്തിലും ഭഗവാൻ എന്തോ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഭഗവാൻ ഇപ്പോൾ ചിരിച്ചത് അർജുനോട് ചിരിച്ച അർജുനനെ അറിയാം അർജുനന് ശ്രേയസ്കരമായിട്ടുള്ളത് തരാനാണെന്ന്. അതേപോലെയാണെന്നാണ് പറയണത്. നമുക്കും ഭഗവാനെ നല്ലോണം നമ്മൾ ഭഗവാന്റെ അടുത്തെത്തി നല്ല സ്നേഹിക്കുമ്പോൾ ഭഗവാന്റെ ചിരി നമുക്ക് വരുന്നതൊക്കെ നമ്മൾക്ക് ശ്രേയസ്സിനാണ് ഭഗവാൻ നൽകുന്നതെന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും ഭഗവാന്റെ ചിരി, കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ചിരി പലതരത്തിലാണ്. കാരണം എല്ലാം ചെയ്യണത് ഭഗവാനാണ്. നമുക്ക് തോന്നല്ലേ നമ്മളാന്നൊക്കെ? എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ് ഇവിടെ നടക്കണേ. അതൊരു നല്ല രസമായിട്ടുള്ളത്. ഇനി നമുക്ക് ഭഗവാന്റെ ഇതിലേക്ക് തന്നെ നമുക്ക് പോവാം. ഭഗവാന്റെ വാക്കുകളിലേക്ക് നമുക്ക് നല്ലോണം പ്രാർത്ഥിച്ച് ഭഗവാന്റെ വാക്കുകളൊക്കെ നമുക്ക് ഉൾക്കൊണ്ട് നമ്മളെ മുമ്പിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. ഇതും കൂടി ചെയ്യാൻ നോക്കാം. പറ്റിയില്ലെങ്കിൽ ബാക്കി പകുതി ഇതിൻ്റെ ബാക്കി പറയാനുള്ളത് ഭഗവാന്റെ വാക്കുകളൊക്കെ വളരെ തത്വങ്ങളല്ലേ. അപ്പോൾ നമുക്ക് പറ്റാത്തത് അടുത്ത സെഷനിൽ ചെയ്യാം. അശോച്യാനന്വശോ ഇത് ഭഗവാനു വാച എന്ന് പറഞ്ഞു കേട്ടോ, സോറി. 2:11 ശ്രീ ഭഗവാനു വാച. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദംശ്ച ഭാഷസേ ഗതാസൂനഗതാസൂംശ്ച മാനുശോചന്തി പണ്ഡിതാഃ. ഇതാണ് ഭഗവാന്റെ വാക്കുകൾ. ശരിക്ക് ഭഗവത്ഗീത തുടങ്ങണ തന്നെ, ശങ്കരഭാഷ്യം തുടങ്ങണ തന്നെ ഈ 11ാമത്തെ ശ്ലോകം കൊണ്ടാണ്. അതുവരെ ആദിശങ്കരാചാര്യർ ഭാഷ്യം തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ അർജുന വിഷാദയോഗം ആദ്യത്തെ 10 ശ്ലോകം വെച്ചിട്ട് ശരിക്കും 11 എത്ര ശങ്കരാചാര്യർ ഭാഷ്യം ഇൻ്റർപ്രിറ്റേഷൻ തന്നെ ചെയ്യാൻ തുടങ്ങിയുള്ളൂ. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ഹേ അർജുന, അല്ലയോ അർജുന, ത്വം നീയ് അശോച്യാൻ, അതായത് ദുഃഖത്തിന് വിഷയമല്ലാത്തതിനെക്കുറിച്ച്, അതായത് ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് അനുശോച, നീ ദുഃഖിക്കണു. പ്രജ്ഞാവാദാൻ ച, നീയ് നല്ല അറിവുള്ള ആൾക്കാരുടെ വലിയ സ്കോളേഴ്സിൻ്റെ വാക്ക് പോലുള്ള വാക്കിനെയും ഭാഷസെ നീ പറയുന്നു. പറഞ്ഞുവല്ലോ കഴിഞ്ഞ ഇതിൽ. ഞാൻ ഇങ്ങനെ ചെയ്താൽ പാപാവും, അതൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ഒരിക്കലും ഗതി ഉണ്ടാവില്ല, പിന്നെ കുലം നശിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ വലിയ പണ്ഡിതന്മാരെ പോലെ. അതാണ് പറയണത്. നീ ഈ ദുഃഖിക്കാൻ നിനക്ക് അർഹിക്കാത്തൊരു കാര്യത്തിനെ പറ്റിയാണ് നീ ദുഃഖിക്കണത്. ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിനെ പറ്റിയാണ് നീ ദുഃഖിക്കണത്. നീയാണെങ്കിലോ വർത്തമാനം കേട്ടാൽ വളരെയധികം നല്ല വിവേകത്തോട് കൂടിയിട്ടുള്ള വാക്കാണെന്നാണ് തോന്നുക. അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ അറിയാം അല്ലേ? ഭാഷസെ, നീ അങ്ങനെയൊക്കെ പറയണു വാക്കുകൾ. ഗതാസൂൻ, മരിച്ചവരെക്കുറിച്ചും അഗതാസൂഞ്ച, മരിക്കാതെ ജീവനോടെ ഇരിക്കുന്നവരെക്കുറിച്ചും പണ്ഡിതാഹ, ശരിക്കും അറിവുള്ള ആൾക്കാർ, വിദ്വാൻമാർ, ന അനുശോചന്തി, ദുഃഖിക്കാറില്ല എന്ന്. നീ വലിയ പണ്ഡിതനെ പോലെയൊക്കെ വർത്തമാനം പറഞ്ഞു. പക്ഷെ ഞാനൊന്ന് പറയട്ടെ അർജുന,
ദുഃഖിച്ചിട്ട് കാര്യമില്ലാത്ത, അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റിയാണ് നീ ദുഃഖിക്കണത്. എന്നിട്ട് വലിയ പണ്ഡിതന്മാരെ പോലെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അർജുന, മരിച്ചവരെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചൊന്നും പണ്ഡിതന്മാർ, അറിവുള്ളവർ, ജ്ഞാനമുള്ളവർ ഒരിക്കലും ദുഃഖിക്കില്ല. കാരണം ഈ ദേഹം പെർമനൻ്റ് ഒന്നും അല്ലേ. അതായത് എന്താ ഇപ്പോൾ ഭഗവാൻ പറഞ്ഞ വെച്ചാൽ, ജ്ഞാനവും ദുഃഖവും കൂടി ഒന്നിച്ച് പോവില്ല. ഇരുട്ടും വെളിച്ചം ഒന്നിച്ച് പോവോ? ഇല്ലല്ലോ. അപ്പം ദുഃഖം അജ്ഞാനം കൊണ്ടാണ്. അപ്പം ജ്ഞാനവും അജ്ഞാനവും ഒന്നിച്ചുണ്ടാവുമോ? വെളിച്ചം, ജ്ഞാനം വെച്ചാൽ എന്താ? വെളിച്ചം. അജ്ഞാനം വെച്ചാൽ ഇരുട്ട്. അപ്പം എന്താ പറയുക വെച്ചാൽ, നോളേജ് ആൻഡ് ഗ്രീഫ് വിൽ നോട്ട് ഗോ ടുഗെദർ. ജ്ഞാനവും ദുഃഖവും ഒരേ സമയത്ത് പറ്റില്ല. ഇപ്പോൾ ഒരാൾ സഫർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കാണുക വെച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അജ്ഞാനിയാണെന്ന്, ജ്ഞാനമില്ലാത്തതുകൊണ്ടാണെന്ന്. അതായത് മോസ്റ്റ് ഓഫ് ദ ടൈം അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ്. അവനവൻ്റെ ദേഹത്തിനോടോ അഭിനിവേശം എന്ന് പറയുമല്ലോ, ജീവിതത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റോ സ്വന്തം ആൾക്കാരുള്ള അറ്റാച്ച്മെൻറ്റ്, എന്തെങ്കിലും കാരണം കൊണ്ടാണ്. ഈ അറ്റാച്ച്മെൻറ്റ് ഈ അജ്ഞാനത്തിൻ്റെ സന്തതിയാണ്. അജ്ഞാനം കൊണ്ടാണ് അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ പണ്ഡിത എന്ന് പറഞ്ഞുല്ലോ, പണ്ഡിതന്മാർ ദുഃഖിക്കില്ല പറഞ്ഞുല്ലോ. പണ്ട് വെച്ചാൽ എന്താ അറിയുമോ? ആത്മജ്ഞാനം എന്നാണ് അർത്ഥം. നമ്മൾ പലപ്പോഴും വെറും സ്കോളർ എന്നുള്ളതിന് ഉപയോഗിക്കും. പക്ഷേ ശരിക്കും പണ്ട് വെച്ചാൽ ആത്മജ്ഞാനം എന്നാണ്. സോ ആത്മജ്ഞാനമുള്ള ആളാണ് പണ്ഡിതൻ. അല്ലാതെ ഈ പുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ നമ്മൾ ആ നിലയ്ക്കാണ് ഉപയോഗിക്കുക. ദാറ്റ്സ് ഓക്കെ. പക്ഷെ പറയുക, പുസ്തകം പഠിച്ച ആളല്ല പണ്ഡിതൻ. ശരിക്കുള്ള അർത്ഥം പണ്ഡിതന്മാരെച്ചാൽ ആത്മജ്ഞാനികൾ. അവരൊരിക്കലും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ മരിച്ചവരെക്കുറിച്ചോ ഒന്നും ദുഃഖിക്കില്ല. കാരണം മരിക്കണില്ലേ, അവർക്കതറിയാം. ആത്മാവിന് മരണമില്ലല്ലോ, അതുകൊണ്ടാണ്. അതായത് ആ ആത്മാവ് ഇറ്റേണലാണ്, അതിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ എന്തിനാണ് അങ്ങനെ ദുഃഖിക്കണം വെച്ചിട്ടാണ്. അപ്പോൾ ഈ എല്ലാറ്റിലും ആത്മാവിനെ കാണുന്ന ആൾക്ക് ഒന്നിനോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ലല്ലോ. എല്ലാറ്റിലും ഉള്ള അന്തര്യാമിയാണ്, ഒരേ അന്തര്യാമിയാണ്. അപ്പോൾ എല്ലാം ബ്രഹ്മമായി കാണുന്ന ഒരു പണ്ഡിതൻ ഇങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കില്ല. ഇത് നീ വലിയ വിവേകമുണ്ടെന്ന് അടിക്കണമുണ്ട്. സോ അർജുന, നിൻ്റെ ഈ ദുഃഖം അവസാനിപ്പിക്കൂ. ആരും മരിക്കണില്ല, ആരും ജനിക്കണില്ല എന്ന് ആണ് നിൻ്റെ ഈ ഇത് മുഴുവൻ. ഇപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്ന് പറഞ്ഞല്ലോ, അതന്നെ. അതായത് അപ്പോൾ ശരിക്കും പറയാച്ചാൽ വേദാന്തം ഒരു സങ്കടം ഉണ്ടാക്കണ ഫിലോസഫിയാണെന്ന് എല്ലാവർക്കും വിചാരമുണ്ട്. ശരിക്കല്ല. ഇത് നമ്മുടെ മനസ്സിനെ ഉയർത്താനുള്ളതാണ്. നമ്മളെ മനസ്സിനെ ഉയർത്തി ഇതൊന്നും ശാശ്വതമല്ല, ഇതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മളെ മനസ്സിലാക്കുകയാണ്. അറ്റാച്ച്മെൻ്റ് കൊണ്ടാണ് നമുക്ക് ഗ്രീഫ്, ഈ ദുഃഖം ഉണ്ടാവണത്. അത് നമുക്ക് അജ്ഞാനം കൊണ്ടാണ് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവണത്. അതാണ് പറയണത്. പക്ഷെ അതുകൊണ്ടാണ് ഭീഷ്മരും കൃപർക്കും പിന്നെ ദ്രോണർക്കും ഒന്നും ഒരു ഇതുമില്ല. അവർക്കതൊക്കെ അറിയാം, അവർ ജ്ഞാനികളുമാണ്. അപ്പോൾ അവർ യുദ്ധത്തിനൊക്കെ തയ്യാറായി. കാരണം എന്തൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്. സൃഷ്ടിച്ചു, കുറച്ച് കാലം ഇരുന്നു, കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും നശിക്കും എന്നൊക്കെ അവർക്കറിയാം. മനസ്സിലായില്ലേ? അതാണ്. അതായത് ആത്മാവിന് മരണമില്ല, അത് ഇറ്റേണലാണെന്ന് അറിയാം. അതാണ് പ്രജ്ഞാവാദ എന്ന് പറഞ്ഞത്. എന്താ അറിയോ, പണ്ഡിതനെ പോലെ സംസാരിക്കാൻ, ഇൻ്റലക്ച്വലായിട്ട് ഇങ്ങനെ ഇൻ്റലക്ച്വലാണെന്ന് അടിച്ചും കൊണ്ട് കുറേ പറഞ്ഞുവല്ലോ. അപ്പോൾ പിന്നെ എന്താണ്, ഈ ഇൻ്റലക്ച്വലാണെന്ന് അടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് ആ ജ്ഞാനം വരാത്തതുകൊണ്ടാണ് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം അടുത്ത ഇതിൽ ഞാൻ പിന്നെ പറയാനുള്ളത് പറയാം. അപ്പോൾ തൽക്കാലം ഇത് പറഞ്ഞു നിർത്താം. അതായത് നീ ദുഃഖിക്കേണ്ടാത്ത, അല്ലെങ്കിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ലാത്ത കാര്യത്തിനെ പറ്റിയാണ് ദുഃഖിക്കണത്. ജ്ഞാനം ഉദിച്ചവരെ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ മരിക്കുന്നവരെക്കുറിച്ചോ ഒരിക്കലും ദുഃഖിക്കില്ല. എന്താ കാരണം വെച്ചാൽ ആത്മാവിന് ജനനവും മരണവും ഇല്ല എന്ന് മനസ്സിലാക്കൂ എന്ന് മാത്രം ഇപ്പോൾ പറയാം. ഇനി കുറച്ചുകൂടിയും പറയാനുള്ളത്
അടുത്ത പ്രാവശ്യം പറയാം. അപ്പോൾ നമുക്ക് നിർത്താട്ടോ. ഈ ശ്രീ ഭഗവാന് വാചാന്ന് വായിച്ചിട്ട് അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദംശ്ച ഭാഷസേ ഗതാസൂനഗതാസൂൻശ്ച ഗതാസൂനഗതാസൂൻശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.